അച്ചു ഹോസ്റ്റലിലേക്ക് പോയതിന് ശേഷം ഈ വീടിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. എൻ്റെ അവസ്ഥ പറയാണ്ടിരിക്കുകയാണ് ഭേദം. കൊച്ചുവിനും അതെ ഒരു രസമില്ലാമ്മയെന്നൊക്കെ പറയണ്ടായി. ചിലവർ നമ്മളുടെ അടുത്ത് നിന്ന് ഇതേപോലെ മാറി നിൽക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ അറിയണത് അവർ നമുക്ക് എത്ര വലുതായിരുന്നെന്ന്. അച്ചു പിന്നെ എൻ്റെ ഓളിനോളായിരുന്നല്ലോ. അപ്പോൾ അവനൊന്ന് മാറി നിന്നപ്പോൾ എന്തോ ഒരു ശൂന്യത പോലെ. എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ നനഞ്ഞ കോഴിനെ പോലെ ഇരുന്നാൽ പോരല്ല, നമുക്കൊരു 100 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പുക കയറിയ ഒരു അവസ്ഥയായിരുന്നു. വീഡിയോ ഇട്ടിട്ട് 3-4 ദിവസമായിട്ട് അതിൻ്റെ പിണക്കമൊക്കെ ഞാൻ പലരിൽ നിന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഓട്ടോ പിടിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഒരു കസിൻ ബ്രദർ സന്തോഷേട്ടൻ എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ നേറ്റത്. സന്തോഷേട്ടൻ ആളൊരു ജോളി മൂഡ് മനുഷ്യനാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി 2 വീലർ യാത്രയൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ വീട്ടിലേക്ക് വരേണ്ട. നമ്മളെ സ്നേഹിക്കാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു മൂഡൊക്കെ ചേഞ്ച് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ വൈബിനൊത്ത ഒരാളെ കിട്ടാന്ന് വെച്ചാൽ വലിയ സന്തോഷമുള്ളൊരു കാര്യമാണല്ലേ. അങ്ങനത്തെ ഒരാളാണ് സന്തോഷേട്ടൻ. വീട്ടിൽ പോയി അമ്മനെ കണ്ടപ്പോൾ തന്നെ പ്രശ്നങ്ങളൊക്കെ പകുതി സോൾവ് ആയി. ഞാൻ നേരത്തെ വലിയോർമ്പിലാണ് താമസിച്ചിരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. ആ സമയത്ത് സന്തോഷേട്ടൻ നമ്മുടെ അയൽവക്കം വരുന്നിട്ടാ രക്ഷാധികാരി ബൈജുല ബിജു മേനോനെ പോലെയാണ്. പുള്ളി എടുക്കാത്ത ഐറ്റം ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം. മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യണ കാര്യത്തിൽ സന്തോഷേട്ടന് എപ്പോഴും സന്തോഷം കണ്ടെത്തുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു ദിവസം മുടിയൊക്കെ വെട്ടിയിട്ട് ഒരു കല്യാണത്തിന് പോയില്ലേ, സന്തോഷേട്ടൻ്റെ മോൻ്റെ കല്യാണത്തിനാണ് പോയത്. സന്തോഷേട്ടൻ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണ്. അല്ലാതെ തന്നെ കുറെ കച്ചവടങ്ങളൊക്കെ പുള്ളിക്ക് ഉണ്ടിട്ടാ. അപ്പം എൻ്റെ മൂഡ് അത്ര ശരിയല്ലാത്തതുകൊണ്ട് ഒരു ചായ പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള KL66 ഒരു ചായ പിടിക്കാനായിട്ട് തീരുമാനിച്ച് ഇത് എത്തിയൊക്കെ അങ്ങനെ ഞങ്ങൾ 2 ചായക്കടിയൊക്കെ വാങ്ങിച്ച് 2 ഉന്നക്കായാണ് വാങ്ങിച്ചത്. മൂഡൊക്കെ ചേഞ്ച് ആവാനായിട്ട് ഉന്നക്കായ നല്ലതാണ് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോന്നൊന്നും അറിയണമല്ലോ. ചായ വരാനായിട്ട് ഇനി സമയം പിടിക്കും. അപ്പൊ സ്നാക്സ് ഒക്കെ കഴിച്ച് അങ്ങനെ ജിൽ എന്ന് പറഞ്ഞ് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. കുറേ നാളെത്തി കണ്ടതാണ്. അതുകൊണ്ട് തന്നെ കുറേ സംസാരിക്കാനുണ്ടായി. രാവിലത്തെ എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അച്ചു ഇവിടുന്ന് പോയപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നിരുന്ന ആൾ അച്ചു ആണെന്ന്. സന്തോഷേട്ടനെ പോലെ വളരെ കുറച്ച് പേരെ ഈ ലോകത്തുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ സമയം ഇതേപോലെ ചിലവാക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടാവോ? അതിൽ പെട്ട ഒരാളാണ് സന്തോഷേട്ടൻ. സന്തോഷേട്ടൻ എന്നും ഇങ്ങനെ ഇതേപോലെ സന്തോഷമായിട്ടിരിക്കണമെന്ന് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം ചേട്ടൻ എന്നെ സേഫായിട്ട് വീട്ടിലെത്തിച്ച്.